ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. കുറച്ച് യാത്രയൊക്കെ ചെയ്തുകൊണ്ട് ചെറിയൊരു കോൾഡ് അടിച്ചു. അപ്പോൾ ഇന്ന് റൺ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത ദിവസം മാറിയിട്ട് പൂർവാധികം ശക്തിയോടെ റണ്ണിങ്ങിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു എക്സസൈസിലേക്കോ റണ്ണിങ്ങിലേക്കോ ജിമ്മിലേക്കോ ആളുകൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്യാൻ മടിക്കുന്നത്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ എന്താ പറയുക, ഇപ്പോൾ ദൈനംദിന തിരക്കുകൾ കൊണ്ടോ ഇതുകൊണ്ടോ ചെയ്യുന്നത് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. മരുന്നൊക്കെ കഴിച്ച് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇങ്ങനെ എന്താ പറയുക, റണ്ണിങ് ചെയ്യുമ്പോൾ അയ്യോ മുട്ടുവേദനയാണ്, അയ്യോ നിനക്ക് അത് പറ്റൂല, അങ്ങനെ മൊത്തത്തിൽ മെജോറിറ്റി ആൾക്കാരും എന്താ പറയുക നെഗറ്റീവായിരിക്കും. കാരണം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വലിയ അസുഖമൊന്നുമില്ലാതെ അഡ്മിറ്റൊന്നും ആവാതെ പോകുന്നുണ്ടല്ലോ, നീ ഇനി റണ്ണിങ്ങും ജിമ്മൊക്കെ ചെയ്ത് വേണ്ടാത്ത പണിക്ക് പോകരുത് എന്ന് പറയുന്നവരാണ് കൂടുതൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ മെജോറിറ്റി ഒന്നും ചെയ്യാത്തവരാണ്. എത്ര പേര് ജിമ്മിൽ, നമ്മുടെ കയ്യിൽ ഒരുപാട് ജിമ്മുകളുണ്ട്, പേഴ്സണൽ ട്രെയിനിങ്ങും അല്ലാത്തതും. ആ ജിമ്മുകളിലെ എല്ലാവരുടെയും അഡ്മിഷൻ എടുത്താൽ ഭയങ്കര മൈനോറിറ്റിയാണ്. പിന്നെ ബാക്കിയുള്ളൊരു ജിമ്മിൽ ഈ റണ്ണിങ് ചെയ്യുന്നവർ ജിമ്മിൽ പോകുന്നവരുണ്ട്, റണ്ണിങ് ചെയ്യുന്നവർ ഹോം വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം കൂടി എടുത്താലും എനിക്ക് തോന്നുന്നു 10% താഴെ, എസ്പെഷ്യലി കേരളത്തിലാണെങ്കിലും എത്രയൊക്കെ ഇത് കൂടിയെന്ന് പറഞ്ഞാലും അങ്ങനെ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് എന്താ പറയുക, ആൾക്കാരെന്ത് പറയും. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് എന്താ പറയുക, ഇത് ചെയ്താൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് കുഴപ്പമില്ലാതെ നമുക്ക് നല്ല ലോഞ്ചിവിറ്റിയോട് കൂടി ജീവിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ബോധ്യം ഇല്ലാത്തിടത്തോളം കാലം എന്താ പറയുക, ആരും ഇതിലോട്ട് കടന്നു വരാൻ പോകുന്നില്ല, എത്ര വലിയ മോട്ടിവേഷനാണെങ്കിലും. അതുകൊണ്ട് സ്വയം തീരുമാനമെടുത്ത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഹെൽത്തി ആയിട്ട് ഹോസ്പിറ്റൽ വിസിറ്റൊന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് ചെറിയ വാക്കിംഗ്, ചെറിയ രീതിയിൽ 10 മിനിറ്റ് എക്സസൈസ്, നിങ്ങൾ എന്ത് ചെയ്താലും സ്റ്റെപ്പ് കൗണ്ട്, അങ്ങനെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, തുടങ്ങാൻ വൈകി എന്ന് വിചാരിച്ചിട്ട് ഒരു 50-60 വയസ്സൊന്നും ഒരു പ്രായമല്ല. വി ഹാവ് ലോട്ട്സ് ഓഫ് റണ്ണേഴ്സ് അബവ് 60 and 70. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി റണ്ണിങ് ടു ഓൾ, സ്റ്റേ ഫിറ്റ് ആൻഡ് സ്റ്റേ ഫോക്കസ്. താങ്ക് യു.